ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 44. നാമകരണവും ജാതക ഫലകഥനവും. ഗൂഢം വസുദേവഗിരാ കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദഗതഹോരതത്വോ ഗർഗമുനിസ്ത്വൽഗൃഹം വിഭോഗതവാൻ. ഹേ പ്രഭോ, നിഷ്ക്രിയ സ്വരൂപനായ അങ്ങയുടെ ജാതകർമ്മങ്ങൾ രഹസ്യമായി അനുഷ്ഠിക്കുവാൻ വസുദേവന്റെ അപേക്ഷയനുസരിച്ച് ജ്യോതിശാസ്ത്ര തത്വങ്ങളെല്ലാം മനഃപ്പാടമാക്കിയിട്ടുള്ള ഗർഗമുനി അങ്ങയുടെ ഗൃഹത്തിൽ വന്നു ചേർന്നു. നന്ദോദനന്ദിതാത്മാ വൃന്ദിഷ്ടം മാനയൻ നമും യമിനാം മന്ദസ്മിതാർദ്രമൂജേ ത്വൽസംസ്കാരാൻ വിദാതുമുത്സുഗതീ. അങ്ങയുടെ ജാതകർമ്മങ്ങൾ വിധിയാം വണ്ണം നിർവഹിക്കാൻ തിടുക്കപ്പെട്ടിരുന്ന നന്ദഗോപൻ യോഗിവര്യനായ ഗർഗനെ കണ്ട് അതിയായി സന്തോഷിക്കുകയും അദ്ദേഹത്തെ യഥാർഹം ഉപചരിച്ചുകൊണ്ട് ഇപ്രകാരം സൗമ്യവചസ്സുകൾ പൊഴിക്കുകയും ചെയ്തു. യദുവംശാചാര്യത്വാൽ സുനിഭൃതമിതമാര്യകാര്യമിതി കഥയൻ ഗർഗോ നിർഗതപുളകശ്ചക്രേ തവ സാഗ്രജസ്യ നാമാനി. ഞാൻ യാദവകുല ഗുരുവാകയാൽ ഈ ജാതകർമ്മം വളരെ രഹസ്യമായി അനുഷ്ഠിക്കേണ്ടതാണെന്നറിയിച്ചുകൊണ്ട് ആനന്ദത്താൽ കോൾമയിർ കൊണ്ടിരുന്ന ഗർഗമുനി അങ്ങയ്ക്കും ജ്യേഷ്ഠനും നാമകരണം നടത്തി. കഥമസ്യ നാമ കുർവേ സഹസ്രനാംനോ ഹ്യനന്ദനാംനോ വാ ഇതി നൂനം ഗർഗമുനിശ്ചക്രേ തവ നാമരഹസീ വിഭോ. ആയിരക്കണക്കിന് നാമങ്ങളും ഉപനാമങ്ങളുമുള്ള ഈ ശിശുവിന് ഞാൻ എങ്ങനെയാണ് പ്രത്യേകമൊരു നാമം നിശ്ചയിക്കേണ്ടതെന്ന് വിചാരിച്ചായിരിക്കണം ഗർഗമുനി രഹസ്യമായി അങ്ങയുടെ നാമകരണം നടത്തിയത്. കൃഷിതാദൂണകാരാഭ്യാം സത്താനന്ദാത്മദാങ്കിലാഭിലഭത് ജഗദഹർഷത്വം വാ കഥയദൃശി കൃഷ്ണനാമദേവ്യതനോത്. കൃഷ എന്ന ധാതുവും ണ എന്ന പ്രത്യയവും സമൂർത്തമായ ആനന്ദത്തെ സ്ഫുരിപ്പിക്കുകയും വിശ്വത്തിലെ പാപം മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാവാം ഗർഗമുനി അങ്ങയെ കൃഷ്ണൻ എന്ന നാമത്താൽ സംബോധന ചെയ്തത്. അന്യാംശ്ച നാമഭേദാൻ വ്യാകുർവന്നഗ്രജേ ച രാമാദീൻ അതിമാനുഷാനുഭാവം ന്യഗദത്താമപ്രകാശയൻ പിത്രേ. അങ്ങയ്ക്ക് വേറെ പല പേരുകളും ജ്യേഷ്ഠന് രാമൻ മുതലായ നാമങ്ങളുമുണ്ടെന്ന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങയുടെ യഥാർത്ഥ സ്വരൂപം വെളിപ്പെടുത്താതെ അമാനുഷ പ്രഭാവങ്ങളുള്ളവനാണീ ബാലൻ എന്നു മാത്രം പിതാവിനെ അറിയിച്ചു. സ്നിഹ്യതീയസ്തവ പുത്രേ മുഹ്യതീ സാനമായികൈ പുനഃശോകൈ ദ്രുഹ്യതീയ സദു നശ്യതിത്യവദത്തേ മഹത്വമൃഷിവര്യ. താങ്കളുടെ പുത്രനെ സ്നേഹിക്കുന്നവൻ മായാജന്യങ്ങളായ ശോകങ്ങളാൽ മോഹിതനാകുന്നില്ല.
ഇവനെ ദ്രോഹിക്കുന്നവൻ നശിച്ചു പോകും. എന്നീ പ്രകാരം മുനി ശ്രേഷ്ഠൻ അങ്ങയുടെ മാഹാത്മ്യത്തെ വിവരിച്ചു. ജ്യേഷ്യതി ബഹുതര ദൈത്യാൻ നേഷ്യതി നിജബന്ധുലോകമമലപദം ശ്രോഷ്യസി സുവിമല കീർത്തിരസ്യേതി ഭവദ്വിഭൂതി മൃഷിരുജേ. ഇവൻ നിരവധി രാക്ഷസന്മാരെ പരാജിതരാക്കി സ്വബന്ധുക്കളെ പ്രശസ്ത പദത്തിലേക്കാനയിക്കുമെന്നും ഇവന്റെ അപദാനങ്ങൾ ലോകം ശ്രവിക്കാനിടയാകുമെന്നും കൂടി മഹർഷി അങ്ങയുടെ ഐശ്വര്യത്തെ പ്രകീർത്തിച്ചു. അമുനൈവ സർവദുർഗം തരിതാസ്തകൃതാസ്തമത്ര ദിഷ്ടത്വം ഹരിരേവേത്യനഭിലപന്നിത്യാദി ത്വാമവർണയൽസമുനി. ഈ ഉണ്ണി നിമിത്തം ദുസ്തരമായ സംസാരസാഗരം നിങ്ങൾ തരണം ചെയ്യുമെന്നും ആയതുകൊണ്ട് ഇവനിൽ താൽപര്യം ചെലുത്തി നിങ്ങൾ സ്ഥിരചിത്തരാകുക എന്നും മുനി പറഞ്ഞു. അങ്ങ് വിശ്വനാഥനായ ഹരിയാണെന്നു മാത്രം അദ്ദേഹം സ്പഷ്ടമായി പറഞ്ഞില്ല. ഗർഗേദ നിർഗതേസ്മിൻ നന്ദിതാനന്ദമാനസ്ത്വം ഗർഗേദ നിർഗതേസ്മിൻ നന്ദിതാനന്ദാദിനന്ദ്യമാനസ്ത്വം മദ്ഗതമുദ്ഗത കരുണോ നിർഗമയ ശ്രീമരുൽപുരാധീശ. അനന്തരം ഗർഗൻ മടങ്ങിപ്പോകുകയും ആനന്ദപുളകിതരായ നന്ദപ്രഭൃതികൾ പൂർവാധികം വാത്സല്യത്തോടെ അങ്ങയെ ലാളിക്കാൻ തുടങ്ങുകയും ചെയ്തു. കൃപാനിർഭരമായ മനസ്സോടുകൂടിയ ഗുരുവായൂർപുരേശ, എൻ്റെ വ്യാധികളെ അകറ്റണേ. ശ്രീ ഗുരുവായൂരപ്പാ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമഃ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.